അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ അല്ലെങ്കിൽ SDPIയുടെ ഒക്കെ പിന്തുണ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മ്ലേച്ഛമാണത്. ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളുമായിട്ടൊക്കെ സഖ്യമുണ്ടാക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. SDPI ആയിട്ടും ബന്ധമുള്ളത് അല്ലെങ്കിൽ അവരുടെ പിന്തുണ LDFനാണ് എന്നൊക്കെയാണ് ഈ VD സതീശൻ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത്. പല മണ്ഡലങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഇപ്രാവശ്യം പോയിരിക്കുന്നത് UDFനാണ് എന്നുള്ളതൊരു ഫാക്റ്റാണ്. സജി ജോസഫ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അവിടെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കൃത്യമായിട്ട് ഒരു അഭിഹിത സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിധി നിർണ്ണയിക്കപ്പെടും. നമുക്കറിയാം, പൂഞ്ഞാർ മണ്ഡലം പല കാരണങ്ങൾ കൊണ്ടും ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാണ്. PC ജോർജിന്റെ സാന്നിധ്യമുണ്ട്, മറ്റു പല വിഷയങ്ങളുണ്ട്. അവിടെ പണ്ട് PC ജോർജ് ജയിച്ചിട്ടുള്ളതും ഈ SDPI പിന്തുണയോടെ തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പം SDPI വോട്ടുകൾ എത്രത്തോളം നിർണായകമാണ് എന്നാണ് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം. പക്ഷെ ഇത്തവണ PC ജോർജ് എതിർപക്ഷത്താണ്, ശത്രുപാളയത്തിലാണ്. ആർക്കായിരിക്കും SDPI പിന്തുണ അത്ര നിർണായകമായൊരു മണ്ഡലത്തിൽ ഇത്തവണ അവരാരെ സപ്പോർട്ട് ചെയ്യും? കാരണം പരസ്യമായി LDFനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമെങ്കിലും എല്ലാ മണ്ഡലത്തിലും അത് പ്രായോഗികമല്ല എന്ന് നമുക്കറിയാം. അല്ല, SDPI പിന്തുണ ഇടതുപക്ഷത്തിനൊന്നും അങ്ങനെ പറയാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ നമ്മൾ SDPI അല്ല ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെയാണ്. അത് പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ. ഈ പൂഞ്ഞാറിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഇപ്രാവശ്യം ആർക്കാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഏറ്റവും സമഗ്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. കാരണം പല മണ്ഡലങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഇപ്രാവശ്യം പോയിരിക്കുന്നത് UDFനാണ് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അതാണ് ഈ മുസ്ലിം കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ നടക്കുന്നത്. എന്നാൽ ഈ മുസ്ലിം മൈനോറിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത്, അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് മൈനോറിറ്റി പ്രൊഫൈലുകളിലൊക്കെ LDFന് അനുകൂലമായിട്ടുള്ള വീഡിയോസും പോസ്റ്റുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊന്നും ഫേസ് ഇല്ലാത്തതോ അല്ലെങ്കിൽ അഡ്രസ്സ് ഇല്ലാത്ത ആളുകളൊന്നും അല്ല. എല്ലാവരും കൃത്യമായിട്ട് അഡ്രസ്സുള്ള മുഖമുള്ള ആളുകൾ തന്നെയാണ് LDFന് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സുനാമി പോലെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് മീഡിയ വൺ ചാനൽ പ്രചരിപ്പിക്കുന്ന ഒരു വളരെ അടിസ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് മാത്രമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. കാരണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പേരാമ്പ്രയിൽ പോലും UDF വിജയിക്കും, LDF പരാജയപ്പെടും, അല്ലെങ്കിൽ തൃക്കരിപ്പൂര് അട്ടിമറി നടക്കും എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ വിഡ്ഢിത്തരങ്ങൾ പുലമ്പാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് ഈ മീഡിയ വൺ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതോടെ കിട്ടും മീഡിയ വൺ ചാനലല്ല നമ്മുടെ ഇന്നത്തെ സബ്ജക്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലാ ബിഷപ്പ് പണ്ട് കുറവലങ്ങാട് പള്ളിയിൽ വെച്ചിട്ട് തങ്ങളുടെ കുഞ്ഞാടുകളോടായിട്ട് ഒരു കുർബാനക്കിടയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. കാരണം ഇന്ന് നാർക്കോട്ടിക്കിന്റെ ഉപയോഗം കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നു. ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഹോട്ടലുകളിൽ കൂടെയും കഫേ കൂടെയൊക്കെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പർപ്പസ്ഫുള്ളി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അതിനെതിരെ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് SDPIയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലൊക്കെ ഒരു വലിയ സമരം നടന്നിരുന്നു. ഈ സമരം നടന്ന സമയത്ത് ഈരാറ്റുപേട്ടയിൽ നിന്നും SDPIക്കാരെയും പോപ്പുലർ ഫ്രണ്ടുകാരെയും പാലായിൽ കൊണ്ട് ഇറക്കിയത് അവിടുത്തെ ഒരു പ്രമുഖ വ്യവസായിയുടെ വണ്ടിയിലാണ്. അത് വേറെ ആരുടെ അജ്മി ഗ്രൂപ്പിന്റെ വണ്ടിയിലാണ് എന്നുള്ള ഒരു ആരോപണം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അന്ന് ഇത് ഉയർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ എല്ലാവരും തണുപ്പിക്കുകയാണ് ചെയ്തത്. അന്ന് VD സതീശനൊക്കെ കല്ലറങ്ങാട്ട് പിതാവിനെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ VD സതീശൻ ഇന്ന് അജ്മി ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിസ്സാര ബന്ധമല്ല. അജ്മി ഗ്രൂപ്പിന്റെ ഒരു വ്യവസായിയുടെ വീട്ടിലേക്ക് ഇദ്ദേഹം കടന്നു ചെന്നിരിക്കുന്നു. അതായത് പാലാ ബിഷപ്പ് പള്ളിക്കകത്ത് തങ്ങളുടെ കുഞ്ഞാടുകളോട് നടത്തിയൊരു പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായിട്ട് SDPIയെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രവർത്തകരെ പാലായിലെത്തിച്ച് അവിടെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിച്ച ഒരു കമ്പനിയുടെ ഉടമസ്ഥന്റെ വീട്ടിൽ ആതിഥേയത്വം സ്വീകരിച്ച VD സതീശൻ ഇപ്രാവശ്യം പൂഞ്ഞാറിൽ ശ്രമിച്ചിരിക്കുന്നത് സജി ജോസഫ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അവിടെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കൃത്യമായിട്ട് ഒരു അഭിഹിത സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ആ അവിഹിത സഖ്യം സംസ്ഥാനത്ത് ഉടനീളം, അതായത് ഈ അജ്മി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന പുട്ടുപൊടി, അജ്മി പുട്ടുപൊടി കേട്ടിട്ടുള്ളതല്ലേ? അപ്പോൾ ഈ പുട്ടുപൊടിയും അപ്പപ്പൊടി ഏതാണ്ടൊക്കെ കുറേ ഉൽപ്പന്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഇവരുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സഖ്യമുണ്ട്.
ആ സഖ്യമാണ് വി ഡി സതീശൻ്റെ ഒരു കോൺഫിഡൻസിന് കാരണം. ഈ 100 സീറ്റുക്ക് മേലെ നേടി UDF അധികാരത്തിൽ വരും എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറകിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അജ്മി ഗ്രൂപ്പും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ടുമാണ്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന് വോട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയ വലിയ ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് തീഹാർ ജയിലിൽ ഇട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുമായിട്ടൊക്കെ സഖ്യമുണ്ടാക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് വി ഡി സതീശൻ ഈ പറഞ്ഞ അജ്മി ഗ്രൂപ്പിന്റെ വീട് സന്ദർശിക്കുന്നതും അവരുമായിട്ട് സൗഹൃദം പങ്കിടുന്നതുമൊക്കെ. ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ സൗഹൃദം പങ്കിട്ടുകൊള്ളട്ടെ, അതിനകത്തൊന്നും നമ്മൾക്ക് എതിർപ്പ് പറയാനില്ല. പക്ഷേ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഇരാറ്റുപേട്ടയിൽ നിന്നും കുറേയധികം മുസ്ലിം സഹോദരന്മാരെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് ചെയ്യിപ്പിച്ച ഒരു വ്യക്തിയുടെ ആതിഥേയത്വം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഒരു ഗൂഢാലോചനയാണോ ഇതിന് പിന്നിൽ നടക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അജ്മി ഗ്രൂപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ UDF സ്ഥാനാർത്ഥിയെ പൂഞ്ഞാറിൽ വിജയിപ്പിച്ചെടുക്കാം എന്നൊരു തെറ്റായ ധാരണയാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ പ്രാവശ്യം സെബാസ്റ്റ്യൻ കുളത്തെങ്കിലിന് അനുകൂലമായിട്ടൊരു മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. മൊത്തം ആളുകളുടെ വോട്ട് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുസ്ലിം വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. കുറച്ച് വോട്ടുകൾ ഇത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെയും SDPI കാരുടെയും ഒക്കെ കുറേ വോട്ടുകൾ ആർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ സജി ജോസഫിന് കിട്ടും. അത് അജ്മി ഗ്രൂപ്പ് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ കുറച്ച് വോട്ടുകൾ ഈ പറഞ്ഞ നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും കിട്ടും. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റി വരുന്ന ആർക്കാണ്? അവിടെ സാധ്യത ആർക്കാണ്? പിന്നെ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ വിജയ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി പാടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇപ്രാവശ്യം 3ാം സ്ഥാനത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരു മനുഷ്യൻ പോലും അറിയാത്ത ഒരു വ്യക്തിയെ പൂഞ്ഞാറിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അജ്മിയാണ്. അജ്മിയുടെ ഏറ്റവും ഉറ്റ സുഹൃത്താരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ഡി സതീശനാണ്. അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ അല്ലെങ്കിൽ SDPI ഒക്കെ പിന്തുണ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മ്ലേച്ഛമാണത്. ആ വിഭാഗത്തിന്റെ വോട്ട് എന്ന് പറയുന്നത് അത്ര ചെറിയൊരു ശതമാനം ആയിരിക്കില്ല കേരളം മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ. അല്ല, കേരളം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറ്റുന്നത്. കാരണം വോട്ട് മേടിച്ചു കൊള്ളട്ടെ, അത് LDFന്റെ തലയിലേക്ക് കൊണ്ട് വയ്ക്കുന്നതിനാ. SDPI ആയിട്ടും ബന്ധമുള്ളത് അല്ലെങ്കിൽ അവരുടെ പിന്തുണ LDFനാണ് എന്നൊക്കെയാണ് ഈ വി ഡി സതീശൻ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇത് പുറമെ ഒന്ന് പറയുകയും അകത്ത് വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് ശരിയാണോ? ഇപ്പോൾ തന്നെ നമുക്കൊരു കാര്യം അറിയാം, നിലപാടുകളുടെ രാജകുമാരനാണ് താനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ പോയിട്ട് ലാറ്റിൻ കത്തോലിക്ക സഭയോട് പറഞ്ഞു നിങ്ങളുടെ വോട്ട് ബാങ്കൊക്കെ അങ്ങോട്ട് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് എന്താണ്? എറണാകുളം MP കൊണ്ട് എല്ലാ ഇടവക പള്ളിയിലെ വികാരിമാരുടെയും അരവലിലൂടെ പോകേണ്ട ഒരു ഗതികേടുണ്ടായില്ലേ? അത് രാത്രിക്ക് തലയിൽ മുണ്ടക്കിയിട്ടുണ്ടല്ലോ പോകുന്നത്. അതുകൊണ്ട് പകൽ സമയങ്ങളിലൊന്നും പോകത്തില്ലല്ലോ. കാരണം വി ഡി സതീശൻ പോകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ രാത്രിക്ക് പോകും അല്ലെങ്കിൽ പകല്. ഇപ്പോൾ സെൻറ് തോമസ് മൗണ്ടിലൊക്കെ പോയപ്പോഴാണ് നമ്മൾ കണ്ടതല്ലേ. പക്ഷെ അത് സ്വന്തം വാഹനമൊക്കെ മാറ്റിയിട്ട് സ്വകാര്യ വാഹനത്തിലാണ് പോയിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെയുള്ള കുറേ നാടകങ്ങൾ ഇപ്രാവശ്യം വി ഡി സതീശൻ കേരളത്തിൽ കളിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയൊരു കോൺഫിഡൻസിൻ്റെ മേളിലാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തിൻ്റെ മൊത്തം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു പാറ്റേൺ എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് 78 സീറ്റുകൾ നേടി ഒരു പക്ഷേ LDF അധികാരത്തിൽ വന്നേക്കാം. UDF ഏതെങ്കിലും തരത്തിൽ അധികാരത്തിലേക്ക് ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 72 മുതൽ 75 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് സാധ്യതകളില്ല. കാരണം വാമനപുരത്ത് വരെ വിജയിക്കും എന്നാണ് UDFന്റെ കണ്ടെത്തൽ. വാമനപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരെ മട്ടന്നൂരിന് തുല്യമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് വാമനപുരം നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഈ വാമനം നിയോജക മണ്ഡലത്തിൽ നിർത്തിയിരിക്കുന്ന ഒരു SDPI കാരനെയാണ്. മുസ്ലിം കൺസോളിഡേഷൻ അവിടെ ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് വാമനപുരത്ത് വരെ അട്ടിമറി വിജയം നേടുമെന്ന് പറയുന്നത്. കാരണം ഇത് ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയും ഇല്ലാതെ ഒരു ലോജിക്കും ഇല്ലാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വി ഡി സതീശൻ പറയുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഡീലിന്റെ ബലത്തിലാണോ പറയണെന്നുണ്ടെങ്കിലും ഇത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അജ്മി ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞല്ലോ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് SDPI-കാരെയും പോപ്പുലർ ഫ്രണ്ടുകാരെയും ഇറക്കിയെന്ന ആക്ഷേപം കേട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ അജ്മി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ അജ്മി ഗ്രൂപ്പുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും വോട്ടുകൾ സംസ്ഥാനത്തുടനീളം വാങ്ങിയിട്ടുള്ളത് UDF ആണ്. അതിനുശേഷം ആ ഒരു പഴി കൊണ്ട് കെട്ടിവെക്കുന്ന ആരുടെ തലയിലേക്കാണ്? LDFന്റെ തലയിലേക്കാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ പൂഞ്ഞാറിൽ തന്നെ PC ജോർജിന് അവസരം ഒരുക്കുന്ന ആരാണ്? സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയല്ല, PC ജോർജാണ്.
PC ജോർജിന്റെ വ്യക്തിപരമായ വോട്ടുകളും അതോടൊപ്പം തന്നെ BJP വോട്ടുകളും കൂടി ചേരുന്ന സമയത്ത് നേട്ടമുണ്ടാക്കുക PC ജോർജാണ്. അപ്പൊ പൂഞ്ഞാറില് BJPക്ക് NDA പോലുമല്ല BJPക്ക് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന PC ജോർജിന് അവസരമൊരുക്കി കൊടുത്താരാണോ? കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനത്ത് പോയവരല്ലേ? ഈ അജ്മി ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ബിസിനസ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ PC ജോർജ് ഇറക്കിയിരിക്കുന്ന ആളുമാകാം ഈ അജ്മി ഗ്രൂപ്പും PC ജോർജൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരള സംസ്ഥാനം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും അജ്മി ഗ്രൂപ്പും SDPIയും തമ്മിലുള്ള ബന്ധവും അതോടൊപ്പം തന്നെ ആ അജ്മി ഗ്രൂപ്പുമായിട്ട് VD സതീശനുള്ള ബന്ധവും കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു നിലപാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലപാടായിരിക്കണം. മറിച്ച് പകലൊരു നിലപാടും രാത്രിക്ക് മറ്റൊരു നിലപാട് എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് വളരെ ഗൗരവകരമായിട്ട് ഈ അജ്മി ഗ്രൂപ്പിന്റെ PFI ബന്ധവും അതോടൊപ്പം തന്നെ SDPI ബന്ധവും അവരുമായിട്ട് ശ്രീ VD സതീശൻ, അതായത് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനുള്ള ബന്ധവും വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.